റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്ന എല്ലാ മനുഷ്യന്റെയും അവസ്ഥയെ കുറിച്ചാണ് ആ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ വിധിക്കുന്ന നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. ആദ്യത്തെ ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണ് ആ വേദഭാഗത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. രണ്ട് മൂന്ന് വാക്യങ്ങളൊക്കെ അത് തന്നെയാണ് വിശദീകരിക്കുന്നത്. ഈ കൂട്ടത്തിന്റെ പ്രത്യേകത എന്താ? ദൈവത്തിന്റെ ദയ മാനസാന്തരത്തിലേക്ക് നമ്മെ നടത്തുന്നതാണെന്നുള്ള ബോധ്യം ഹൃദയാന്തർഭാഗത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹം. അതാവരുടെ പ്രത്യേകത. ഒരു ദിവസം കൂടെ അടുത്ത് വരുവാൻ കഥാവുന്ന സാവകാശത ഓർത്ത് കഥാവിനെ സ്തുതിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് തന്ന ചിന്തകളാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നാം ദൈവത്തിൽ ചിന്തിപ്പാനിടയായി തീർന്നത്. ഇന്ന് പോർക്കാലവും റോമാലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായത്തിൽ ചില വേദഭാഗങ്ങളാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിനെ കണ്ട എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നുവെന്ന വിശ്വാസത്തോടെ ദൈവത്തിലെ ആത്മാവത്തോട് നമുക്ക് സംസാരിപ്പാൻ പ്രാർത്ഥനയോടുകൂടി നമുക്ക് കർത്താവിന്റെ പാദങ്ങളിലായിരിക്കാം. ഇന്ന് പോർക്കാലം നാം ദൈവത്തിൽ ചിന്തിക്കാൻ പോകുന്നത് റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 12 വാക്യങ്ങളാണ് വായിക്കുന്നത്. 12 മുതൽ 16 വാക്യങ്ങളാണ് നാം വായിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച ചിന്ത എന്ന് പറയുന്നത് അതിനെ മുഴുവൻ റീക്യാപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നാം ചിന്തിച്ച് നിർത്തിയത് 11-ാമത്തെ വാക്യത്തിലാണ്. ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ എന്നുള്ള വേദഭാഗമാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ നിർത്തിയത്. അത് ഒരു ആ വേദഭാഗത്തിന്റെ ഒരു ട്വിസ്റ്റ് ആണ് ആ വേദഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 12-ാം വാക്യം ദൈവത്തിന് മുഖപക്ഷമില്ല. അതിന്റെ അടുത്ത ട്വിസ്റ്റിലേക്കാണ് ഇന്ന് പോയിക്കാലം ഞാൻ കടന്നു പോകുന്നത്. ദൈവവചനം മറ്റൊരു പ്രതിപാദ്യ വിഷയവുമായിട്ടാണ് ഇന്ന് കടന്നു വരാനിടയായി തീരുന്നത്. സ്തോത്രം. അതിനടിസ്ഥാനപരമായി വായിക്കാൻ ഉദ്ദേശിക്കുന്ന വാക്യം എന്ന് പറഞ്ഞത് റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യമാണ് ഇതുപോലെ കാലത്തെ ചിന്തയ്ക്ക് അടിസ്ഥാനമായി നാം വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. റോമാലേഖനം 2:16 ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ ഈ വേദഭാഗത്തിലെ അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്ന ദൂതിൽ പ്രത്യേകമായി പറയുന്ന ഒരു വിഷയം ആണ് ഇതുപോലെ കാലം നാം അല്പസമയം പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ഒരു ന്യായവിധിയെ കുറിച്ചാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് പോലക്കാലത്തെ നമ്മുടെ ചിന്ത ദൈവത്തിന്റെ ന്യായവിധിയുടെ ദിവസം ഉണ്ട് എന്നുള്ളത് സകല മനുഷ്യനും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ നാളിൽ നാം എങ്ങനെയായിരിക്കണം എന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വചനത്തിൽ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു. ഇവിടെ 16-ാം വാക്യത്തിൽ തന്നെ അടിസ്ഥാനപരമായി ആ ന്യായവിധിയുടെ ദിവസത്തിൽ നാം ഓർത്തിരിക്കേണ്ട ചില വസ്തുതകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓർപ്പിച്ചിട്ട് മറ്റ് വാക്യങ്ങളിലേക്ക് കടന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം യേശുക്രിസ്തു മുഖാന്തരം ആണ് ന്യായവിധി നടത്തുന്നത്. സ്തോത്രം എന്നാണ് ആ വേദഭാഗത്തിൽ നമുക്ക് എഴുതിയിരിക്കുന്നത്. മനുഷ്യരുടെ രഹസ്യങ്ങളെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാൾ. അപ്പോൾ ന്യായം വിധിക്കുന്നത് എങ്ങനെയാണ് എന്ന് അപ്പോസ്തലനോട് ചേർത്തിരിക്കുകയാണ്. സുവിശേഷ പ്രകാരമാണ് ന്യായം വിധിക്കുന്നത് എന്നുള്ളത് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ന്യായവിധി ദിവസത്തിൽ എന്താണ് ദൈവം ചെയ്യുന്നത്? സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് ന്യായം വിധിക്കുന്നത്. അത് മനുഷ്യന്റെ സകല രഹസ്യങ്ങൾക്ക് ഒത്തവണ്ണം ന്യായം വിധിക്കുന്ന ഒരു ന്യായവിധി ഉണ്ട് എന്നാണ് അപ്പോസ്തലൻ വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ചില ചോദ്യങ്ങൾ കോമൺ ആയിട്ട് ജനറലായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ചില ചോദ്യങ്ങളെ ആണ് അപ്പോസ്തലൻ ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. ദൈവം ന്യായം വിധിക്കുമ്പോൾ ന്യായവിധി ദിവസത്തിൽ ന്യായവിധി എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുന്നിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ന്യായപ്രമാണം ലഭിക്കാത്തവർക്ക്, ദൈവത്തിന് വചനം ലഭിക്കാത്തവർക്ക് എങ്ങനെ ന്യായവിധി ഉണ്ടാകും എന്നുള്ള ചോദ്യത്തെയാണ് ഇന്ന് പലകാലം നാം അല്പസമയം ചിന്തിപ്പാൻ പോകുന്നത്. ഒരു ന്യായവിധിയുണ്ട്, അത് വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ്, ഏത് ബേസിലാണ്
ന്യായവിധി എന്നുള്ളത് ആ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണ്? സുവിശേഷ പ്രകാരം, ദൈവത്തിന്റെ വചനപ്രകാരമാണ് ന്യായം വിധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മനുഷ്യന്റെ സകല രഹസ്യങ്ങൾക്ക് മൊത്തമാണ് ന്യായം വിധിക്കുന്ന ആ ഒരു ന്യായവിധിയുടെ മുമ്പിൽ നാം ഓരോരുത്തരും നിൽക്കേണ്ടി വരും. അത് ദൈവവചനം കേട്ടവരും കേൾക്കാത്തവരും ആ ന്യായവിധിയിൽ കൂടെ കടന്നുപോയി മതിയാകുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ജീവിച്ചിരിക്കുന്നവർ സകല മനുഷ്യരും, അല്ലെങ്കിൽ ലോകത്തിൽ ജീവിച്ച സകല മനുഷ്യരും ആ ന്യായവിധിയിൽ കൂടെ കടന്നുപോയി മതിയാകുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റു വാക്യങ്ങളിലേക്കൊന്നും ഇറങ്ങിപ്പോകാൻ ഞാൻ ഒരു കാലം സമയമെടുക്കുകയല്ല. നമുക്ക് തന്ന ചിന്തയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ദൈവവചനത്തെ അല്പസമയം ചിന്തിപ്പാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് അടിസ്ഥാനപരമായി ഒത്തിരി കാര്യങ്ങൾ ഓർമ്മിക്കാനുണ്ട്. ദൈവത്തിന്റെ ന്യായവിധി അഥവാ അടിസ്ഥാനപരമായി പഠിക്കേണ്ട ഒരു വസ്തുതയാണ്. അതിലേക്ക് ഒരു കാലം ഇറങ്ങിപ്പോകാൻ ഞാൻ സമയമെടുക്കുകയല്ല. മറിച്ച് നമ്മുടെ ഇന്നത്തെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ന്യായവിധി ദിവസത്തിൽ രണ്ട് തരത്തിലുള്ള ജീവിതങ്ങളെ, അല്ലെങ്കിൽ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ജീവിതങ്ങളെ ദൈവം എങ്ങനെ ന്യായം വിധിക്കും എന്നുള്ളതാണ് ഇന്ന് മഴക്കാലം നാം അല്പസമയത്തേക്ക് വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ചിന്തയ്ക്ക് വേണ്ടി 12ാമത്തെ വാക്യം പ്രാരംഭമായി നാം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 12ാമത്തെ വാക്യം. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ഇവിടെ രണ്ട് പ്രിയപ്പെട്ടവരെ കുറിച്ച്, അല്ലെങ്കിൽ രണ്ട് കാറ്റഗറിയെ കുറിച്ചാണ് ഈ വേദഭാഗത്തിൽ ഓർപ്പിക്കുന്നത്. ഒന്ന്, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ. രണ്ട്, ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ. ദൈവത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം സകല മനുഷ്യരും പാപം ചെയ്ത ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു എന്ന വചനം എഴുതിയിരിക്കുന്നു. നമുക്കിവിടെ ഓർക്കാൻ കഴിയുന്നു. സകല മനുഷ്യരും, രണ്ട് മാനവജാതിയെ മുഴുവൻ രണ്ട് കാറ്റഗറിയിൽ അപ്പോസ്തലൻ തിരിക്കുകയാണ്. ഒന്ന്, ന്യായപ്രമാണം ലഭിച്ച മനുഷ്യൻ. രണ്ട്, ന്യായപ്രമാണം ഇല്ലാത്ത മനുഷ്യൻ. സ്തോത്രം. ഈ രണ്ട് കാറ്റഗറിയിൽ സകല മനുഷ്യരും ഉൾപ്പെടുന്നു എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. സ്തോത്രം. ഇന്നും ലോകത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി പലരും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചോദ്യമാണ്, ന്യായപ്രമാണം ഇല്ലാത്തവർക്ക്, അല്ലെങ്കിൽ ദൈവവചനം അറിയാത്തവർക്ക്, ദൈവവചനവുമായിട്ട് ബന്ധമില്ലാത്തവർക്ക് ദൈവത്തിന് എങ്ങനെ ന്യായം വിധിക്കാൻ കഴിയും എന്നുള്ള ചോദ്യം ഇന്ന് ലോകത്തിൽ ഉയർന്ന ഒരു ചോദ്യമാണ്. ഇന്നും അത് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആ ചോദ്യത്തെയാണ് അപ്പോസ്തലൻ അഡ്രസ് ചെയ്യുന്നത്. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകുമെന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ന്യായപ്രമാണം ഉണ്ടെങ്കിൽ സ്തോത്രം, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്താൽ അതിനൊത്തവണ്ണം നാശം സംഭവിക്കും. എന്നാൽ ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. അപ്പോൾ ന്യായപ്രമാണം ലഭിച്ചവന് വിധിയിൽ കൂടെ കടന്നു പോകേണ്ടി വരും. ന്യായവിധിയുടെ അവസ്ഥകളിലൂടെ അവർ കടന്നു പോകേണ്ടി വരുമെന്ന് ആ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ 13ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു വ്യത്യസ്തമായ വസ്തുത കാണാൻ കഴിയുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 13ാമത്തെ വാക്യം. സ്തോത്രം. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്തെ അത്ര നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ന്യായപ്രമാണം ലഭിച്ച വ്യക്തി ജീവിതങ്ങളോട്, അല്ലെങ്കിൽ മാനവജാതിയിൽപ്പെട്ട ആ കുലത്തോട്, ആ ഗ്രൂപ്പിനോട് അപ്പോസ്തലൻ ആ ഗ്രൂപ്പിനെ കുറിച്ച് പറയുക, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ. ന്യായപ്രമാണം ലഭിച്ചത് കൊണ്ട് കാര്യമില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, അല്ലെങ്കിൽ ദൈവവചനം കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കരങ്ങളിൽ ന്യായപ്രമാണം ലഭിച്ചത് കൊണ്ട്, ദൈവവചനം ലഭിച്ചത് കൊണ്ട് കാര്യമില്ല. ന്യായപ്രമാണം ആചരിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ സ്തോത്രം. വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കേൾക്കുന്നതിനാലല്ല, കേട്ട് അനുസരിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയുന്നത്. യേശു തന്നെ പറഞ്ഞ വാക്കിതാണ്, എന്റെ വചനം കേട്ട് ചെയ്യുന്നവരെല്ലാം. രണ്ട് ഗ്രൂപ്പിനോട് യേശു താരതമ്യം ചെയ്തത് നമുക്കറിയാം. ആട് കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട വീട് പണിത മനുഷ്യനോട് തുല്യമെന്ന് യേശു പറഞ്ഞത് നമുക്ക് അവിടെ ഓർക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ വചനം കേട്ട് ചെയ്യുന്നവരാണ് നീതിമാന്മാരെന്ന് ദൈവം അംഗീകരിക്കുന്നത് എന്ന് ആ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നു. 14ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ കാറ്റഗറിയിൽപ്പെട്ട രണ്ട് വ്യക്തി ജീവിതങ്ങളെ, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ടവരെയും ദൈവം എങ്ങനെ ന്യായം വിധിക്കുന്നു എന്ന് ആ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. 14ാമത്തെ വാക്യം. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. 14ാമത്തെ വാക്യം. 13ാമത്തെ വാക്യത്തിൽ നാം പഠിച്ചു,
സ്തോത്രം. ന്യായപ്രമാണം ലഭിച്ചവർ ന്യായപ്രമാണം ലഭിച്ചത് കൊണ്ട് കാര്യമില്ല, അതിനനുസരിച്ച് അത് പ്രമാണിച്ചാൽ മാത്രമേ നീതീകരിക്കപ്പെടുകയുള്ളൂ എന്ന് 13-ാമത്തെ വാക്യം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിൽ ഉള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ. നോക്കണം, ന്യായപ്രമാണം ലഭിച്ചിട്ടില്ല, വചനം അവർക്ക് അറിഞ്ഞുകൂടാ, ദൈവവചനമായിട്ട് ഒരു ബന്ധവുമില്ല, ദൈവ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ കാണുന്ന സ്വഭാവം ന്യായപ്രമാണമായി മാറിയിരിക്കുന്ന അനുഭവത്തെ കുറിച്ചാണ് അവിടെ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. ജാതികൾ ന്യായപ്രമാണത്തിലുള്ള സ്വഭാവത്താൽ ചെയ്യുമ്പോൾ, ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ന്യായപ്രമാണമാകുന്നു എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഒരു ന്യായപ്രമാണമുണ്ട് എന്ന് പറഞ്ഞാൽ, മനസാക്ഷിക്ക് ഒത്തവണ്ണം ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് ഒത്തവണ്ണം ജീവിക്കാൻ അവർ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, മനസാക്ഷിക്ക് വിഘാതം വരുന്ന ഒരനുഭവങ്ങളിൽ അല്ലാതെ അവർ ജീവിക്കുമ്പോൾ എന്താണ് അത്? ദൈവത്തിന്റെ ന്യായപ്രമാണമായി അവരുടെ ഉള്ളിൽ അത് സംഗ്രഹിച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോകുമ്പോൾ അതിനൊത്തവണ്ണമുള്ള ന്യായവിധിക്ക് അവർ അർഹരായിത്തീരുന്നുവെന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന്റെ വചനം ലഭിച്ചവരായിട്ട് ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിക്കാതെ ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമായി യാത്ര ചെയ്യുമ്പോൾ അതിനൊത്തവണ്ണം ഒരു ന്യായവിധിയുടെ മുൻപിൽ കൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. ഇവിടെ രണ്ട് ഗ്രൂപ്പിനെയും അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുക, അതിനെ അഡ്രസ് ചെയ്യുക. ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാതെ അവരുടെ സ്വഭാവത്തിൽ വന്ന ന്യായപ്രമാണത്തിന് ഒത്തവണ്ണം ഉള്ള ന്യായമായ വിധിയിലൂടെയാണ് അവർ കടന്നു പോകേണ്ടി വരുന്നത് എന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുക. സ്വതന്ത്രം. രണ്ട് കാറ്റഗറിയിൽ പെട്ടവർക്ക് ദൈവത്തിന്റെ ന്യായവിധിയിൽ കൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷേ അവർക്ക് ഉള്ള വ്യത്യസ്തത എന്ന് പറയുന്നത്, ന്യായപ്രമാണം കേട്ടിട്ട് അത് ചെയ്യുകയും അതിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്തവരെ നീതിമാന്മാരെന്ന പട്ടികയിലേക്ക് ചേർക്കുന്നതാണ് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത്. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതെ ദൈവത്തിന്റെ വചനം അറിയാത്തവരായി, ദൈവത്തിന്റെ വ്യവസ്ഥ തിരിച്ചറിയാൻ കഴിയാത്തവരായി, തങ്ങളുടെ മനസ്സിന് അല്ലെങ്കിൽ തങ്ങളുടെ സ്തോത്രം ആന്തരിക മനുഷ്യന്റെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ട് മനസാക്ഷിക്കൊത്തവണ്ണം ജീവിക്കുന്നവരെ ആ നിലയിൽ ദൈവം ന്യായം വിധിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. സ്തോത്രം. രണ്ടായാലും രണ്ട് ഗ്രൂപ്പിലും എന്തുണ്ട്? ഒരു ന്യായമായ വിധിയിൽ കൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് വചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്തോത്രം. ഇതുവരെക്കാലം ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് ദൈവം എന്താ പ്രതീക്ഷിക്കുന്നത്? എന്റെയും നിന്റെയും കരങ്ങളിലിരിക്കുന്ന ദൈവവചനം കരങ്ങളിൽ ഇരുന്നാൽ പോരാ, അത് പ്രമാണിച്ച് ദൈവവ്യവസ്ഥ പ്രകാരം നിൽപ്പാൻ ഏൽപ്പിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കുക? ന്യായമായ വിധിയുടെ മുൻപിൽ നീതിമാന്മാരായി എന്നെയും നിങ്ങളെയും അംഗീകരിക്കുന്ന സ്വർഗീയ സാന്നിധ്യമുണ്ട്. അതാണ് സ്തോത്രം ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ സ്തോത്രം ജയിച്ച ജയാളികളായി കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടിട്ട് ന്യായപ്രമാണം കരങ്ങളിൽ ഉണ്ടെങ്കിലും, വചനം കരങ്ങളിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും, ദൈവവചനം കേൾക്കാൻ സാവകാശം ലഭിച്ചിട്ടുണ്ടെങ്കിലും അവൻ അതിലൊത്തവണ്ണം ജീവിതത്തെ സമർപ്പിക്കപ്പെടാതെ, ജീവിതത്തെ ക്രമീകരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാതെ, ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഒത്തവണ്ണം അല്ലാതെ ജീവിതം നയിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ന്യായമായ വിധിയുടെ മുൻപിൽ ഞാൻ നിങ്ങൾ നിൽക്കേണ്ടി വരുമെന്ന് അവൻ സ്തോത്രം ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് സുവിശേഷം നിമിത്തമാണ് നമ്മെ കുറ്റം വിധിക്കുന്നത്, ന്യായം വിധിക്കുന്നത് എന്നുള്ളത് ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. അതുകൊണ്ട് അവൻ ന്യായപ്രമാണം ഇല്ലാത്തവരെ എങ്ങനെ കുറ്റം വിധിക്കും? ന്യായപ്രമാണം ഇല്ലാത്തവരുടെ സ്വഭാവത്തിൽ തങ്ങളിൽ തന്നെ വ്യാപരിക്കുന്ന ന്യായപ്രമാണത്തിന് ഒത്തവണ്ണം അവൻ കുറ്റം വിധിക്കുന്ന ഒരു ദൈവസാന്നിധ്യം, ന്യായം വിധിക്കുന്ന ഒരു ദൈവസാന്നിധ്യം ഉണ്ട് എന്നുള്ള ഓർമ്മ ഉണ്ടാകണമെന്ന പൗലോസ് ഈ വേദഭാഗങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഓർത്തിരിക്കേണ്ടത്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം വായിപ്പാൻ ദൈവം നമുക്ക് സാവകാശം തന്നു. ദൈവത്തിന്റെ വചനം നമ്മുടെ കരങ്ങളിൽ വഹിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഈ വചനം സ്തോത്രം വായിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഇത് പ്രമാണിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് വെളിപ്പാട് പുസ്തകം ചേർത്ത് പറയുമ്പോൾ സ്തോത്രം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന
ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന മഹാഭാഗ്യം ആ ദൈവത്തിന്റെ വചനം കേൾപ്പാൻ, അത് അനുസരിപ്പാൻ, അതിനൊത്തവണ്ണം ജീവിതത്തെ ക്രമീകരിപ്പാൻ ദൈവം തന്നിരിക്കുന്ന സാവകാശം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ വ്യവസ്ഥയ്ക്കൊത്തവണ്ണം നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ സ്തോത്രം ന്യായം വിധിക്കുന്ന ദിവസത്തിൽ നമ്മെ എന്താണ് അംഗീകരിക്കുന്നത്? നീതിമാന്മാരായി അംഗീകരിക്കുന്ന ഒരു ദിവസം മുൻപിലുണ്ടെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിളിച്ചുകൊണ്ട് സ്തോത്രം പിതാവിന്റെ സ്തോത്രം ഭവനത്തിലേക്ക് നമ്മെ ചേർക്കുന്ന അവൻ ദിവസങ്ങൾ മുൻപിലുണ്ട്. അതാണ് എന്റെ നിങ്ങളുടെയും ജീവിതത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം പ്രമാണിപ്പാൻ ഭാഗ്യം ലഭിച്ചെങ്കിൽ, ദൈവത്തിന്റെ വചനം കേൾപ്പാൻ ഭാഗ്യം ലഭിച്ചെങ്കിൽ, അവൻ ഒരു കൂട്ടത്തെ കുറിച്ച് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വചനം കരങ്ങളിൽ വഹിക്കാനോ, ഈ വചനം കേൾക്കാനോ, ഈ വചനത്തെ അറിയാനോ ഭാഗ്യം ലഭിക്കാത്ത ഒരു സമൂഹമുണ്ട്. എന്നാൽ അവരെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതികളുണ്ട്, ദൈവത്തിന്റെ പദ്ധതികളുണ്ട്, അവരെ ന്യായം വിധിക്കുന്ന വിധങ്ങളുണ്ട് എന്ന ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഒരു കാലം സ്തോത്രം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാവരുടെ പേരും ആ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഒരു കാലം വ്യാപരിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഒരു ന്യായവിധിയുടെ ദിവസത്തിൽ ജ്ഞാനികളും അമേ സ്തോത്രം ന്യായം വിധിക്കപ്പെടുന്ന ഒരു ദിവസം ഉണ്ട് എന്നുള്ള ബോധ്യം ഹൃദയന്തർഭാഗത്ത് സംഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വത്തിനോടെ മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അവൻ 11 വാക്യം നിർത്തുന്നത് ഇങ്ങനെയാണ്: സ്തോത്രം, ദൈവത്തിന് മുഖപക്ഷം ഇല്ലല്ലോ. അവൻ സ്തോത്രം രണ്ട് പക്ഷത്തെയും ഒരുപോലെ ചേർത്ത് വിളിച്ചിട്ട് അപ്പോസ്തലൻ പറയുക, ദൈവത്തിന് മുഖപക്ഷമില്ല. സ്തോത്രം, ന്യായപ്രമാണം ലഭിച്ചവന് ന്യായപ്രമാണം ലഭിക്കാത്തവന് ഒരുപോലെ ന്യായവിധിയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാൽ സ്തോത്രം ന്യായവിധി എങ്ങനെയാണ്? സുവിശേഷത്തിന് ഒത്തവണമാണ് ന്യായവിധി. അവൻ ആ ന്യായവിധിയുടെ മുൻപിൽ ഞാൻ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ കർത്താവിന്റെ ദിവ്യ പദ്ധതി പ്രകാരം പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്തോത്രം കർത്താവിന്റെ ഹിതത്തിനൊത്തവണ്ണം ജീവിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവിക സാന്നിധ്യത്തിൽ ചേർന്ന് നിൽപ്പാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ സ്തോത്രം ദൈവസന്നിധിയിലെല്ലാം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധി ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുക. എന്ന് കാലം ദൈവത്തിന്റെ വചനം ലഭിച്ചിരിക്കുന്നതിനെ അവൻ സ്തോത്രം നിസ്സാരവൽക്കരിക്കാതെ ദൈവത്തിന്റെ വചനം നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്നത് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ജാഗ്രതയോടെ അവൻ കർത്താവിനെ സേവിക്കാൻ ദൈവം നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കാനുള്ളത് കേൾപ്പാൻ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം ദൈവം നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. വചനം നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന ഒരു ഭാഗ്യമായി കണ്ടുകൊണ്ട് ഇത് വായിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ, ഇത് പ്രമാണിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. അനുഗ്രഹിക്കപ്പെടുന്നവനാകുമ്പോൾ തന്നെ ഒരു കാര്യം ഓർത്തുകൊള്ളണം: പ്രമാണിക്കാത്തവന് അതിലൊത്തവണമായ ന്യായവിധിയുടെ മുൻപിൽ കൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ള ചിന്തയോടുകൂടെ ദൈവജനത്തിന്റെ മുൻപിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന് ധ്യാനം നമ്മുടെ ജീവിതത്തിലാകമാനം ഒരു രൂപാന്തരം വരുത്തുന്ന അനുഭവമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അവൻ ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് അനുഗ്രഹമായി കണ്ടുകൊണ്ട് കർത്താവിന്റെ കൃപയിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കാരണവനായ ഞങ്ങളുടെ ദൈവമേ, സ്നേഹപരിശോധ്യ പിതാവേ, കാലമായിരിക്കാൻ അവിടെ ജീവിതത്തിൽ നൽകുന്ന വലിയൊരു സാവകാശനായ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ആത്മാവിന് ഞങ്ങളോട് ഇടപെടാനുള്ള ദൈവശബ്ദം കർത്താവിലൂടെ ഞങ്ങളോട് സംസാരിച്ചു കൊടുക്കുന്ന ദൈവസ്നേഹത്തിനായി നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവെ വേണ്ടതുപോലെ ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ കഴിയാതെ ദൈവവചനത്തെ നിസ്സാരവൽക്കരിക്കുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഒരു ന്യായവിധിയുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കേണ്ടി വരുമെന്നുള്ള ബോധ്യം ഹൃദയന്തർഭാഗത്ത് സംഗ്രഹിച്ചുകൊണ്ട് വചനത്തിന്റെ വ്യവസ്ഥത്തോളം ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പറഞ്ഞതുപോലെ എന്റെ വചനം കേട്ട് ചെയ്യുന്നവരെല്ലാം ആഴെ കുഴിച്ച് പാറമേലടിസ്ഥാനമിട്ട് വീടുകൊണ്ട മനുഷ്യരോട് തുല്യമെന്ന് അവിടുത്തെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ലോ. ആമേൻ. സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾവിക്കാർക്ക് എല്ലാവർക്കും അതിനായി കർത്താവ് കൃപ കൊടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ദൈവത്തിന് ധ്യാനം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥനകളിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. സകലമാനവും മഹത്വവും ബഹുമാനം ഞങ്ങൾ അർപ്പിക്കുന്നു. യേശു സൃഷ്ടികളുടെ സ്വർഗീയ നല്ല പിതാവേ.